നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവം. ഈ കൊലപാതകത്തിലേക്ക് പ്രതി ഹരികുമാറിനെ നയിച്ചത് സഹോദരി ശ്രീധുവിനോടുള്ള കടുത്ത വിരോധമെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ തന്നിലുള്ള സ്നേഹം കുറഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ പ്രതിക്ക് അരോചകമായി മാറി. ചില ബന്ധങ്ങൾ സഹോദരി വിലക്കിയതും ഹരികുമാറിന്റെ വിരോധത്തിന് കാരണമായി എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മറുവശത്ത് ശ്രീധുവിനെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ താൻ മകനെ പോലെയാണ് ഹരികുമാറിനെ കണ്ടിരുന്നത് എന്ന് ശ്രീധു പറയുന്നു. മൂത്ത മകൻ്റെ സ്ഥാനമാണ് അവന് നൽകിയത്. അവനെ അത്രയധികം താൻ ലാളിച്ചു. മക്കളെക്കാൾ ഹരികുമാറിനെയാണ് കൂടുതൽ സ്നേഹിച്ചത് എന്ന് ശ്രീധു പോലീസിനോട് പറയുന്നു. മറുവശത്ത് ഹരികുമാറിൻ്റെ മൊഴികളിൽ ഇപ്പോഴും വൈരുദ്ധ്യം. ശ്രീജിത്തിൻ്റെയും ശ്രീധുവിൻ്റെയും കുഞ്ഞായ ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ 30-ാം തീയതി. 4 ദിവസം പിന്നിട്ടിട്ടും ഈ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണം പുറത്തെത്തിക്കാൻ പോലീസ് സംഘത്തിന് കഴിയുന്നില്ല. ഇതിനിടയിൽ നിരവധി നിഗൂഢ കഥകൾ നമ്മൾ കേട്ടു. കേസിൽ ഹരികുമാർ കുറ്റം സമ്മതിച്ചുവെങ്കിലും ഹരികുമാറിൻ്റെ മൊഴികളിൽ സർവത്ര വൈരുദ്ധ്യം. മാനസിക നില അത്ര ഭദ്രമല്ല എന്ന നിലയിലാണ് ഹരികുമാറിൻ്റെ പല പ്രതികരണങ്ങളും. എന്നാൽ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ഒരു പൂജാരി പറഞ്ഞതനുസരിച്ചാണ് ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് എന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. പിന്നീട് ഇത്തരമൊരു മൊഴി അയാൾ ആവർത്തിച്ചില്ല. അപ്രതീക്ഷിതമായി ജ്യോത്സ്യൻ ദേവിദാസൻ്റെ ഇടപെടലുകൾ പോലീസിന് ബോധ്യപ്പെട്ടു. തുടർന്ന് ദേവിദാസനെ ചോദ്യം ചെയ്തുവെങ്കിലും ഈ കേസിലേക്ക് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ശ്രീധു കുട്ടിയെ കൊലപ്പെടുത്തി എന്നതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ തുടക്കത്തിൽ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പോലീസിന് ആകെ ഒരു പിടിവള്ളി കിട്ടിയത് ഹരികുമാറിൻ്റെ കുറ്റസമ്മതം മാത്രമായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ കുറ്റം സംബന്ധിച്ച ഹരികുമാർ ഇപ്പോൾ അടിക്കടി മൊഴി മാറ്റുന്നു. കൊലപാതകത്തിന്റെ ദുരൂഹത നീക്കാൻ ഇന്നലെയും ജ്യോത്സ്യൻ ദേവിദാസനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ദേവിദാസൻ ശ്രീധുവിന്റെ പക്കൽ നിന്ന് 36 ലക്ഷം രൂപ വാങ്ങിയിരുന്നുവെന്നും ഇത് മടക്കി നൽകിയില്ല എന്നുമാണ് ശ്രീധു പോലീസിന് നൽകിയ പരാതിയിലും തുടർന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിലും വ്യക്തമാക്കിയത്. പണം വാങ്ങിയിട്ടില്ല എന്ന് ദേവിദാസൻ പറയുന്നു. എന്നാൽ മറുവശത്ത് നാട്ടുകാരിൽ പലരോടും ബന്ധുക്കളോടുമൊക്കെ ശ്രീധു പല വിധത്തിൽ പണപ്പിരിവ് നടത്തി. ഈ പണം എവിടെയെന്ന ചോദ്യം ശക്തമാകുന്നു. ശ്രീധുവിൻ്റെ പല സാമ്പത്തിക ഇടപാടുകളും ദുരൂഹമെന്നാണ് പോലീസിൻ്റെ നിലപാട്. മറുവശത്ത് അർദ്ധരാത്രിയിൽ പലരും ശ്രീധുവിനെ കാണാൻ ആ വീട്ടിലെത്തിയിരുന്നു എന്ന അയൽക്കാരുടെയും നാട്ടുകാരുടെയും വാക്കുകൾ. കോവിഡിന് മുൻപ് ഹരികുമാർ ജോലി ചെയ്തിരുന്നത് ജ്യോത്സ്യനൊപ്പം. ചില മാനസിക വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ അതൊന്ന് നന്നാക്കാനായി തൻ്റെ അടുക്കലേക്ക് വിടുകയായിരുന്നുവെന്നാണ് ദേവിദാസൻ പോലീസിനോട് പറഞ്ഞത്. ഹരികുമാറിന്റെ ശമ്പളം വാങ്ങാൻ എത്തിയിരുന്നത് അമ്മയും സഹോദരിയുമാണ്. ഹരികുമാറിന് നോട്ടെണ്ണാൻ പോലും അറിയില്ലായിരുന്നു. അവസാനമായി നേരിൽ കാണുമ്പോൾ ഹരികുമാറിന്റെ സ്വഭാവം മാറിയിരുന്നതായും ദേവിദാസൻ പറയുന്നു. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് നാട്ടുകാർ ആവർത്തിക്കുന്നു. 16 ദിവസം മുൻപ് ശ്രീധുവിന്റെ അച്ഛൻ മരിച്ച സംഭവത്തിലും ഏറെ ദുരൂഹതകളുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ശ്രീധുവിന്റെ പല വഴിവിട്ട ഇടപാടുകളും നേരത്തെ വിലക്കിയിരുന്നു അച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛനോട് വല്ലാത്ത പക മകൾക്കുമുണ്ടായിരുന്നു. ഹരികുമാറും ശ്രീധുവും ചേർന്ന് അച്ഛനെ കൊലപ്പെടുത്തിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അച്ഛൻ മരിച്ച് 16-ാം ദിവസം ചടങ്ങുകൾക്കൊടുവിലാണ് ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ 2 മരണങ്ങളിലും ദുരൂഹത മാത്രമല്ല മറ്റു ചില നിഗൂഢതകളുമുണ്ട് എന്ന് അയൽക്കാർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് പോലീസ് ഈ കേസന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? 6-7 മാസം മുൻപ് തന്നെ ശ്രീധു മറ്റൊരു പുരുഷനുമായി വന്ന് കണ്ടിരുന്നുവെന്നും തൻ്റെ 2ാം ഭർത്താവാണ് അതെന്നും ശ്രീധു തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് ദേവിദാസൻ പറയുന്നത്. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന മറുപടിയാണ് അവൾ പറഞ്ഞത്. 2ാം ഭർത്താവ് ആരാണ്? അയാൾക്ക് ഇപ്പോൾ നടന്ന കൊലപാതകങ്ങളിൽ പങ്കുണ്ടോ? മറുവശത്ത് ശ്രീജിത്ത് വന്ന് ശ്രീധുവിൻ്റെ വീട്ടിൽ താമസിച്ച അതേ ദിവസം തന്നെയാണ് ദേവേന്ദു കൊല്ലപ്പെടുന്നത്. ശ്രീജിത്തിൻ്റെ വരവ് ഇഷ്ടപ്പെടാത്ത മറ്റാരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നോ? അതോ അർദ്ധരാത്രി ആ വീട്ടിലേക്ക് മറ്റാരെങ്കിലും ചെന്ന് കയറിയോ? മാനസിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഹരികുമാറിനെ ഇത്തരമൊരു കൊലയാളിയാക്കി ശ്രീധു രക്ഷപ്പെടുത്തുന്നതാണോ? എന്നാൽ ജ്യോത്സ്യൻ ദേവിദാസന്റെ പല പ്രസ്താവനകളും സംശയം ജനിപ്പിക്കുന്നതാണ്. ശ്രീധുവുമായുള്ള ദേവിദാസന്റെ യഥാർത്ഥ ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ഇതിനിടയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതികൾ ശ്രീധുവിനെതിരെ വ്യാപകമായി ഉയരുന്നു. ഇതിനകം തന്നെ 3 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥ എന്ന നിലയിലാണ് ഇവർ പണം തട്ടിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 3 പേരുടെ മൊഴി രേഖപ്പെടുത്തി. ശ്രീധുവിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും.
വേണ്ടി വന്നാൽ കസ്റ്റഡിയിലെടുക്കും എന്നാണ് പോലീസ് പറയുന്നത്. മറുവശത്ത് ദേവസ്വം ബോർഡിൽ ശ്രീതു ജോലി ചെയ്തിട്ടേയില്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കുട്ടിയുടെ മാതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഈ കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ധാരാളം പേർ ശ്രീതുവിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു എന്ന് അയൽക്കാർ പറയുന്നു. ശ്രീതുവിനോടുള്ള സഹോദരന്റെ പ്രത്യേക താല്പര്യം 2 ദിവസം മുൻപ് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പിന്നീട് പോലീസ് നടത്തിയില്ല. ഒരു വശത്ത് കൊന്നത് ഹരികുമാറാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. അതിന് പോലീസിന്റെ പക്കൽ ആകെയുള്ളത് ഹരികുമാറിന്റെ മൊഴി മാത്രം. എന്നാൽ എന്തിനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് പോലീസിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുഞ്ഞിന് സ്നേഹം കൊടുത്തു തുടങ്ങിയതോടെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞു എന്ന ഹരികുമാറിന്റെ തോന്നലാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന പോലീസ് വാദം അത്ര കണ്ട് മുഖവിലേക്കെടുക്കാനും കഴിയില്ല. 2022 ദേവേന്ദു ജനിച്ചത്. ഇതിനുശേഷമാണ് വീട്ടിൽ കഷ്ടപ്പാടും ദുരിതവുമൊക്കെ ഉണ്ടായത് എന്ന് കരിക്കകത്തെ മൂകാംബിക മഠത്തിലെ ജ്യോത്സ്യൻ ആർ പ്രദീപ് കുമാർ ഇവരോട് പറഞ്ഞിരുന്നു. ഇതിന് പരിഹാരമായി 2 ആഴ്ച മുൻപ് ഹരികുമാറിനോടും ശ്രീതുവിനോടും തല മുണ്ടനം ചെയ്യാൻ ഇയാൾ ആവശ്യപ്പെട്ടു. തുടർന്നിവർ തല മുണ്ടനം ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഹരികുമാറിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണം. ഉദയകുമാറിന്റെ മരണത്തിന്റെ 16-ാം ദിവസം ദേവേന്ദുവിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു കൊല്ലുന്നു. ശ്രീതുവിന്റെ വീടിന് തൊട്ടടുത്തുള്ള ഷീബാറാണിയും ഷീജയും ഒക്കെ മൊഴി നൽകിയിരിക്കുന്നത് ശ്രീതു തുടർച്ചയായി കള്ളം പറയുന്ന പ്രകൃതമുള്ള സ്ത്രീയെന്നാണ്. ഇളയ കുട്ടിക്ക് സുഖമില്ലെന്നും അപകടം പറ്റിയെന്നുമൊക്കെ ഇടയ്ക്ക് ശ്രീതു കള്ളം പറഞ്ഞിരുന്നു. കള്ളം പറയുന്നത് ചോദ്യം ചെയ്യുമ്പോൾ ശ്രീതു കരയാറുണ്ട് എന്നും ഹരികുമാർ ഒറ്റയ്ക്ക് കൃത്യം നടത്തില്ല എന്നുമാണ് അയൽക്കാർ പറയുന്നത്. ദേവേന്ദുവിനോടും മൂത്ത കുട്ടിയോടും ശ്രീതുവിന് അത്ര വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ പിതൃത്വത്തെക്കുറിച്ചും ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഭർത്താവിനെ ഒഴിവാക്കി തനിക്ക് തോന്നിയതുപോലെ ജീവിക്കാനായിരുന്നു ശ്രീതു ശ്രമിച്ചത്. കേസിൽ അറസ്റ്റിലായ അമ്മാവൻ ഹരികുമാറും ശ്രീതുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമം മറുവശത്ത് പോലീസ് തുടരുന്നു. ഹരികുമാറും ശ്രീതുവും നിഗൂഢ മനസ്സുള്ളവരായിരുന്നു എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇവരുടെ പെരുമാറ്റ രീതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ദേവേന്ദുവിന്റെ അമ്മ ശ്രീതു മതപഠന ക്ലാസുകളിൽ എത്തിയിരുന്നുവെന്ന വിവരം പോലീസിന് ലഭിച്ചു. ദേവിദാസൻ എന്ന ജ്യോത്സ്യന്റെ സഹായിയായി മാത്രമേ ഹരികുമാർ ജോലി നോക്കിയിട്ടുള്ളൂ. മറ്റിടങ്ങളിലൊന്നും ഹരികുമാർ ജോലിക്ക് പോയിട്ടുമില്ല. ശ്രീതുവിനെതിരെ 7ഓളം പേർ പോലീസിൽ പരാതി നൽകി. അതിൽ 3 പേർ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഇതിനകം തന്നെ മൊഴി കൊടുത്തു. ഇത്രയധികം പണം എന്തിനാണ് ശ്രീതു പലരിൽ നിന്നായി പിരിച്ചെടുത്തത്? എന്നാൽ ഈ പണമൊന്നും കുടുംബത്തിൽപ്പെട്ടവർക്ക് അറിയുന്ന സംഭവങ്ങൾക്കോ അവർ മുടക്കിയിട്ടുമില്ല. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളാണ് അവർ തട്ടിയെടുത്തത്. ഈ പണം ദേവിദാസൻ അടിച്ചുകൊണ്ടുപോയി എന്നാണ് ശ്രീതു ഇപ്പോഴും പോലീസിനോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദേവിദാസനും ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തലത്തിലുള്ള പങ്കാളിത്തമുണ്ട്. കരിക്കകത്ത് മൂകാംബിക മഠം എന്ന പേരിൽ പ്രദീപ് ആശ്രമം നടത്തി വരികയാണ്. ജ്യോത്സ്യൻ എന്നാണ് അയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. പണ്ടൊരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു പ്രദീപ് കുമാർ എന്നായിരുന്നു പേര്. പിന്നീട് പേര് SP കുമാർ എന്നാക്കി. SP കുമാർ എന്ന കാതികനായി ഇടയ്ക്ക് അവതരിച്ചു. മുട്ടക്കച്ചവടമടക്കം പല ജോലികളും ചെയ്തു. ഒടുവിൽ ദേവിദാസൻ എന്ന പേര് മാറ്റി മന്ത്രവാദിയായി. മുട്ടസ്വാമി എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നു. പ്രദീപിന്റെ ഭാര്യയുടെ വീട് ബാലരാമപുരത്താണ്. താൻ പറയുന്നതൊന്നും ഭാര്യ കേൾക്കില്ല. ഭാര്യയുടെ പല കാര്യങ്ങളും ദുരൂഹതകൾ നിറഞ്ഞതാണ്. കൊലപാതകത്തിൽ ഭാര്യയ്ക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് ശ്രീതുവിന്റെ ഭർത്താവ് ശ്രീജിത്തിന്റെ മൊഴി. പുറത്തു പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഹരികുമാർ വെളിപ്പെടുത്തി എന്ന് നേരത്തെ SP KS സുദർശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതാണ് ഹരികുമാറും ശ്രീതുവും തമ്മിലുള്ള വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഒരു സഹോദരൻ സഹോദരിയോട് ഇത്ര കണ്ട് മ്ലേച്ഛമായി പെരുമാറുമോ? ഒരു കാര്യം വ്യക്തമാണ്, കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ അമ്മ ശ്രീതുവിന് വ്യക്തമായ പങ്കാളിത്തമുണ്ട്. ഒരുപക്ഷെ മാനസിക നില തയ്യാറായി എന്ന കണക്കുകൂട്ടലിൽ ഹരികുമാറിനെ പിന്നീട് രക്ഷിച്ചെടുക്കാമെന്ന തോന്നലാവാം ഇപ്പോൾ കൊലപാതക കുറ്റം ഹരികുമാറിൽ ഒറ്റയ്ക്ക് ചാർത്തിയിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബമായിരുന്നു ശ്രീതുവിൻ്റേതെങ്കിലും ആ രീതിയിലായിരുന്നില്ല ശ്രീതു നാട്ടുകാരോട് പെരുമാറിയത്. MA ബിരുദമുള്ളയാളാണ് താനെന്ന് അവൾ പലരോടും പറഞ്ഞു. 1 ലക്ഷം രൂപ മാസശമ്പളമുള്ള ജോലിയുണ്ടെന്നും അവൾ അവകാശപ്പെട്ടിരുന്നു. പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥയെന്നായിരുന്നു അവകാശവാദം. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന് നിയന്ത്രണത്തിലുള്ള കൊട്ടാരത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരി മാത്രമായിരുന്നു അവൾ. ഉയർന്ന ഉദ്യോഗസ്ഥയെന്ന് അഭിനയിച്ചിരുന്ന അവൾ നാട്ടിലെ പലരെയും ജോലിക്ക് കയറ്റാമെന്ന വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു. 2 വർഷം മുൻപ് ശ്രീതു ഒരു കാറ് വാങ്ങി. പിന്നീട് ജോലിക്കുൾപ്പെടെ എല്ലായിടത്തേക്കുമുള്ള പോക്കും വരവുമൊക്കെ കാറിൽ. ഡ്രൈവറായി ഒരാളും കൂടെയുണ്ട്.
ജോലി കഴിഞ്ഞ് പലപ്പോഴും മടങ്ങി വരുന്നത് രാത്രിയിൽ, പാതിരാത്രിയിൽ. വീട്ടിലേക്ക് കാർ കയറാൻ വഴിയില്ലാത്തതുകൊണ്ട് റോഡിൽ നിർത്തി വീട്ടിലേക്ക് വരും. സുഹൃത്തിൻ്റെ വീട്ടിൽ കാർ പാർക്ക് ചെയ്യും. രാത്രി വരുന്നത് കണ്ട് ചോദിച്ചവരോട് പറഞ്ഞിരുന്നത് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എന്നാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ കാർ കാണാതായി. CC കാർ എടുത്തുകൊണ്ടുപോയതാണ് എന്ന് നാട്ടുകാർ പറയുന്നു. ഇത്രയധികം പണം അവൾ കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ആരാണ് ആ പണം തട്ടിയെടുത്തത്? ആർക്കു വേണ്ടിയാണ് ശ്രീതു ഈ പണം അത്രയും സംഘടിപ്പിച്ചത്? ദുരൂഹത നിറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ ശ്രീതുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അന്ധവിശ്വാസവും ആഭിചാരക്രിയകളും ദേവിദാസൻ എന്ന കള്ള ജ്യോത്സ്യനുമൊക്കെ ചേർന്ന വലിയ നിഗൂഢത. അതിലപ്പുറം സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഏറെ സംശയങ്ങൾ. കൊച്ചു കുഞ്ഞിനെയാണ് അവർ കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഈ കേസിൻ്റെ ചുരുൾ പൂർണ്ണമായി അഴിയിക്കേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ട്. കാരണം കേരളം അത്രയധികം ഭയാശങ്കകളോടെയാണ് ബാലരാമപുരത്തെ ഈ സംഭവം നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.